വർഷങ്ങൾക്ക് ശേഷം UDF തിരിച്ചുപിടിച്ച കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുണ്ടായ പടലപ്പിണക്കം തൊഴുത്തിൽ കുത്തിലേക്ക് നീങ്ങുന്നു. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ മില്ലി മോഹനെ പ്രസിഡന്റ് ആഗ്രഹിച്ചിരുന്ന ഒരു വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കമാണ് തൊഴുത്തിൽ കുത്തിലേക്ക് നീങ്ങാൻ കാരണം. 28 അംഗ ഭരണസമിതിയിൽ കേവലം 2 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് UDFിനുള്ളത്. പ്രസിഡന്റാകാൻ മറ്റൊരു വനിതാ നേതാവ് കൊതിച്ചിരുന്നെങ്കിലും ഭരണമികവ് കണക്കിലെടുത്ത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപക കൂടിയായ മില്ലി മോഹനെയാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മില്ലിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും മാധ്യമ ശ്രദ്ധയും വനിതാ നേതാവിനെ ചൊടിപ്പിച്ചതായി പറയുന്നു. കോഴിക്കോട് നഗരത്തിലടക്കം പ്രധാന പൊതു സ്വകാര്യ പരിപാടികളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യമുണ്ട്. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിലും മാധ്യമങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും ക്ഷണിതാവായ മില്ലി മോഹന്റെ ചിത്രങ്ങൾ മിക്ക ദിവസവും മാധ്യമങ്ങളിലും ചാനലുകളിലും വരുന്നത് പ്രസിഡന്റ് പദവി മോഹിച്ചിരുന്നവർക്ക് ദഹിക്കുന്നില്ല. ഇതുമൂലം ഭരണസമിതിയുടെ തുടക്കം മുതൽ കല്ലുകടി ആരംഭിച്ചതായാണ് വിവരം. ജില്ലാ പഞ്ചായത്തിൽ നിലവിലുള്ള മുഴുവൻ ജീവനക്കാരെ മാറ്റണമെന്ന ഇവരുടെ നിർദ്ദേശത്തോട് മില്ലി മോഹൻ യോജിച്ചില്ലത്രേ. കഴിവുള്ള സിസ്റ്റത്തോടൊപ്പം നിൽക്കുന്ന ജീവനക്കാർ തുടരട്ടെ എന്നാണ് പ്രസിഡന്റിന്റെ നിലപാട്. മുഴുവൻ ജീവനക്കാരെയും ഒറ്റയടിക്ക് മാറ്റിയാൽ അത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം താളം തെറ്റിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞതാണ് പ്രസിഡന്റ് അതിന് തയ്യാറാവാത്തതെന്നാണ് മില്ലി അനുകൂലികൾ പറയുന്നു. തുടർന്ന് പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് 8 കോൺഗ്രസ് അംഗങ്ങളിൽ 7 പേരും DCC പ്രസിഡന്റിന് കത്തു നൽകിയതായും അറിയുന്നു. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് യോഗത്തിന് മുന്നോടിയായി നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസിലെ 7 അംഗങ്ങളും CMB അംഗങ്ങളും പങ്കെടുത്തില്ല. സ്കിൽ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് 11 നടന്ന യോഗത്തിൽ കോൺഗ്രസിലെ 2 അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി വിയോജിച്ചിരുന്നു. ഈ നിയമനത്തിന് ഇതര വിഭാഗം കച്ചവടം പറഞ്ഞുറപ്പിച്ചതായും മില്ലി മോഹൻ കച്ചവട നിയമനത്തെ ശക്തമായി എതിർത്തതായും പറയുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തയ്യാറാക്കിയ പട്ടിക പ്രകാരം ഇന്റർവ്യൂ നടത്തി നിയമനവുമായി മുന്നോട്ട് പോയത് ശരിയല്ലെന്നാണ് അംഗങ്ങൾ പറയുന്ന ന്യായം. ജില്ലാ പഞ്ചായത്തിലെ പല തസ്തികകളിലേക്കും താൽക്കാലിക നിയമനങ്ങളിൽ നേരത്തെയുള്ളവർക്ക് നീട്ടിക്കൊടുക്കുന്ന സമീപനം പ്രസിഡന്റ് സ്വീകരിക്കുന്നതായുമാണ് പല അംഗങ്ങളുടെയും ആരോപണം. ഈ നിയമനമാകട്ടെ ഒരു വിഭാഗം കച്ചവടം പറഞ്ഞുറപ്പിച്ചതുമാണ്. കഴിഞ്ഞ ദിവസം നടന്ന UDF ജില്ലാ കമ്മിറ്റി യോഗത്തിലും വിഷയം ചർച്ചയായി. ജില്ലാ പഞ്ചായത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് അംഗങ്ങൾ DCC നേതൃത്വത്തെ അറിയിച്ചത്. പ്രശ്നം ചർച്ച ചെയ്യാൻ DCC നേതൃത്വം അടുത്ത ദിവസം യോഗം വിളിക്കുമെന്നാണ് അറിയുന്നത്. ചിലരുടെ കുത്തിത്തിരിപ്പ് മൂലം സുഗമമായി ഭരിക്കാൻ കഴിയുന്നില്ലെന്ന് മില്ലി മോഹൻ അറിയിച്ചതായി കോൺഗ്രസിലെ ഒരു ജില്ലാ നേതാവ് പറയുന്നു. ജില്ലയിലെ പ്രധാന വേദികളിൽ മില്ലി മോഹൻ ഷൈൻ ചെയ്യുന്നത് മറ്റൊരു വനിതാ നേതാവിന്റെ സമനില തെറ്റിക്കുന്നതായാണ് പാർട്ടിയിലെ ഉപശാല സംസാരം. ഒരു വേള MLA സീറ്റിലേക്ക് പരിഗണിച്ചിരുന്ന മില്ലിക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവും എതിർവിഭാഗത്തെ ചൊടിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം വോട്ടർമാർ തിരിച്ചുപിടിച്ച ജില്ലാ പഞ്ചായത്ത് ചില സങ്കുചിത മനോഭാവക്കാരുടെ ഇടപെടൽ നഷ്ടമാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.